തിരുവനന്തപുരം മരച്ചീനി, കൊല്ലം എള്ള്, പത്തനംതിട്ടയിലെ തിരുവല്ല കരിമ്പ്, തുടർന്ന് വരുന്നത് കോട്ടയത്ത് റബ്ബർ. ഇത്രയുമാണ് പ്രധാനപ്പെട്ടത്. കേരള PSCയുടെ പ്രാഥമിക പരീക്ഷ എഴുതുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും നമ്മുടെ അടുത്ത ഒരു ക്ലാസ്സിലേക്ക് സ്വാഗതം. കേരളത്തിലെ പ്രധാനപ്പെട്ട ഭക്ഷ്യ കാർഷിക വിളകളെക്കുറിച്ചും അതുപോലെ അതുമായി ബന്ധപ്പെട്ട കൃഷി നടക്കുന്ന ജില്ലകളെക്കുറിച്ചുമുള്ള ഏതാനും ചില അറിവുകളാണ് ഇന്ന് നമ്മൾ പങ്കുവയ്ക്കുന്നത്. എല്ലാവർക്കും ഈ ക്ലാസ്സിലേക്ക് ഹാർദവമായ സ്വാഗതം. കേരളത്തിൽ പ്രധാനമായും നെല്ല് കൃഷി ചെയ്യുന്നത് 3 വിളകളാണ്. 1 വിരിപ്പ്, 2 മുണ്ടകൻ, പുഞ്ച. 1-ാം വിള, അതേപോലെ ഇടവപ്പാതിയെ ആശ്രയിച്ച് ചെയ്യുന്ന വിള വിരിപ്പ് ആണ്. 2-ാം വിള ശീതകാല വിള എന്നറിയപ്പെടുന്നത് മുണ്ടകൻ. 3-ാം വിള ഗ്രീഷ്മകാല വിള എന്നറിയപ്പെടുന്നത് പുഞ്ച. അപ്പോൾ നമ്മൾ പഠിച്ചത് 3 വിരിപ്പ്, മുണ്ടകൻ, പുഞ്ച. ഈ 3 വിളകളാണ് കേരളത്തിൽ പ്രധാനമായും കൃഷി ചെയ്യുന്ന നെല്ലിൻ്റെ കാർഷിക ഇനങ്ങൾ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് പാഴ്ഭൂമിയിലെ വൃക്ഷം അല്ലെങ്കിൽ തരിശുഭൂമിയിലെ സ്വർണം എന്നൊക്കെ അറിയപ്പെടുന്ന വൃക്ഷം ഏതാണ്? കശുമാവാണ്. അതേപോലെ കാറ്റുവീഴ്ച എന്ന രോഗം ബാധിക്കുന്ന വൃക്ഷം, ഏത് വൃക്ഷത്തെയാണ് കാറ്റുവീഴ്ച എന്ന രോഗം ബാധിക്കുന്നത്? തെങ്ങിനെ ബാധിക്കുന്ന രോഗമാണ് കാറ്റുവീഴ്ച. അതേപോലെ തന്നെ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായതും ഏറ്റവും ദൈർഘ്യം കൂടിയതുമായ ഞാറ്റുവേല ഏതാണ്? തിരുവാതിര ഞാറ്റുവേലയാണ് ഏറ്റവും ദൈർഘ്യമേറിയതും കൃഷിക്ക് അനുയോജ്യവുമായ ഞാറ്റുവേല. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് കേരളത്തിലെ പ്രധാന കൃഷി ചെയ്യുന്ന ജില്ലകളെക്കുറിച്ചാണ്. അതായത് ഓരോ ജില്ലകളിലും ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന വിള ഏത്, അങ്ങനെ തുടങ്ങിയ ചോദ്യങ്ങളാണ്. അതിൽ ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് തിരുവനന്തപുരം. തിരുവനന്തപുരത്ത് മരച്ചീനി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല തിരുവനന്തപുരമാണ്. തുടർന്ന് കൊല്ലത്താണ് എള്ള് കേരളത്തിൽ ഏറ്റവും കൂടുതൽ എള്ള് ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല കൊല്ലമാണ്. ഇന്ത്യയിലെ തന്നെ ആദ്യ ഭക്ഷ്യസുരക്ഷാ ജില്ല എന്ന പദവി നേടിയതും കൊല്ലം ജില്ലയാണ്. തുടർന്ന് വരുന്നത് പത്തനംതിട്ട. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കരിമ്പ് കൃഷി ചെയ്യുന്ന ജില്ല പത്തനംതിട്ട ജില്ലയാണ്. പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ല താലൂക്കിലാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കരിമ്പ് കൃഷി ചെയ്യുന്നത്. തുടർന്ന് വരുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് റബ്ബർ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ റബ്ബർ കൃഷി ചെയ്യുന്നത് കോട്ടയം ജില്ലയിലാണ്. അത് മറന്നുപോയത് കോട്ടയം ജില്ലയിലാണ്. ഫസ്റ്റ് നമ്മൾ പറഞ്ഞു തിരുവനന്തപുരം മരച്ചീനി, കൊല്ലം എള്ള്, പത്തനംതിട്ടയിലെ തിരുവല്ല കരിമ്പ്, തുടർന്ന് വരുന്നത് കോട്ടയത്ത് റബ്ബർ. ഇത്രയുമാണ് പ്രധാനം. തുടർന്ന് വരുന്നത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കുരുമുളകും കൊക്കോയും ഉൽപ്പാദിപ്പിക്കുന്നത് ഇടുക്കി ജില്ലയിലാണ്. മറന്നുപോകരുത്, കുരുമുളകും കൊക്കോയും ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് ഇടുക്കി ജില്ലയിലാണ്. അതുപോലെ കേരളത്തിൽ പരുത്തി ഉൽപ്പാദിപ്പിക്കുന്ന ഒരേ ഒരു ജില്ല പാലക്കാട്. കേരളത്തിൽ പരുത്തി കൃഷി ചെയ്യുന്ന ഒരേ ഒരു ജില്ല പാലക്കാടാണ്. എളുപ്പമാണ് ഓർത്ത് വയ്ക്കാൻ. തുടർന്ന് വരുന്നത് കാപ്പിയും ഇഞ്ചിയും ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത് വയനാട് ജില്ലയിലാണ്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കശുവണ്ടിയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കശുവണ്ടി കൃഷി ചെയ്യുന്ന ജില്ല കണ്ണൂരാണ്. എന്നാൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കശുവണ്ടി ഫാക്ടറികളുള്ള ജില്ല കൊല്ലത്താണ്. മാറിപ്പോകരുത്. അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ചത് ഒന്നുകൂടെ റിവൈൻഡ് ചെയ്യാം. കുരുമുളകും കൊക്കോയും ഇടുക്കി. കേരളത്തിൽ പരുത്തി കൃഷി ചെയ്യുന്ന ജില്ല പാലക്കാട്. അതേപോലെ കാപ്പി, ഇഞ്ചി തുടങ്ങിയവ കൃഷി ചെയ്യുന്ന സ്ഥലം വയനാട്. ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത് വയനാട്. അവസാനമായി നമ്മൾ പഠിച്ചത് കശുവണ്ടി കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന ജില്ല കണ്ണൂർ. ഏറ്റവും കൂടുതൽ കശുവണ്ടി ഫാക്ടറികളുള്ള ജില്ല കൊല്ലം. ഇനി അവസാനമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഒരൊറ്റ ജില്ലയാണ് കേരളത്തിൽ പുകയില ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല. അത് കാസർഗോഡാണ്. ഇപ്പോൾ നമ്മൾ ഏകദേശം എല്ലാ കാര്യങ്ങളും പഠിച്ചു കഴിഞ്ഞു. ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോയിട്ടേ ഉള്ളൂ. ഇതിൻ്റെ കൂടെ വരുന്ന ബാക്കി കാര്യങ്ങൾ നമുക്ക്
അടുത്ത വിഷയങ്ങളായിട്ട് അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് പഠിക്കാം. ഇന്ന് നടക്കുന്ന, അതായത് 20/2/2020 നടക്കുന്ന PSCയുടെ പ്രാഥമിക പരീക്ഷ നമ്മുടെ ഒരുപാട് വിദ്യാർത്ഥികൾ എഴുതുന്നുണ്ട്. അപ്പം അതിൻ്റെ ഒരു ചോദ്യവും ഉത്തരവും ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. എല്ലാവരും ആ വീഡിയോ കാണണം. കാരണം ഇനി വരുന്ന ദിവസങ്ങളിലെ പരീക്ഷകളിലെ വിദ്യാർത്ഥികൾക്ക് ആ ചോദ്യങ്ങൾ എങ്ങനെയാണെന്നും ഏത് ടൈപ്പ് ചോദ്യങ്ങളാണ്, ഏത് മോഡലാണ് ചോദിച്ചത്, ഏത് പാറ്റേൺ ഉപയോഗിച്ചതെന്നൊക്കെ നമുക്ക് ആ ചോദ്യം റെഫർ ചെയ്താൽ മനസ്സിലാവും. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു കംപ്ലീറ്റ് വീഡിയോ ഉടൻ തന്നെ ചെയ്യുന്നതാണ്. ഇന്ന് തന്നെ ചെയ്യുന്നതാണ്, എക്സാമിന് ശേഷം. എല്ലാവരും അത് കാണുക.